ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ ഇച്ചിരി കൂടെ ഹൈറ്റിൽ നമുക്കിതാ അതിൻ്റെ ഒപ്പം നിന്ന് ഇതൊരു നല്ല രസമുണ്ടല്ലേ. നല്ല ആ കടലിൻ്റെ കാറ്റൊക്കെ നേരെ ഇങ്ങനെ നമുക്ക് അടിച്ച് ഇത് നന്നായിട്ട് ഫീൽ ചെയ്യാം. നല്ല ഫ്രഷ്. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. വർക്കലയിൽ നമ്മൾ ഫസ്റ്റ് ഡേ ഹിന്ദുസ്ഥാൻ ബീച്ച് റിട്രീറ്റ് എന്ന റിസോർട്ടിലാണ് താമസിച്ചിരുന്നത്. അത് ഒരു ഓപ്പൺ ബീച്ച് റിസോർട്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സെക്കൻഡ് ഡേയിലേക്ക് നമ്മൾ അടുത്ത റിസോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ ക്ലിഫിലാണ് താമസം. അപ്പം അതിനിടയിലുള്ള 2 മണിക്കൂർ സമയം നമ്മളൊന്ന് ചെറുതായിട്ട് ഔട്ടിങ്ങിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അഞ്ചുതെങ്ങ് ഫോർഡ് അതുപോലെ തന്നെ നല്ലതായിട്ട് ഫുഡ് കഴിക്കാനും പറ്റിയ ഒരു സ്പോട്ട് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പം നമുക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. അഞ്ചുതെങ്ങ് എന്ന് നമ്മൾ മലയാളികൾ പറയുമെങ്കിലും അഞ്ചെങ്കോ അഞ്ചാങ്കോ എന്നൊക്കെ ഇംഗ്ലീഷുകാർ പറയുന്ന സ്ഥലമാണ്. അതേ നെയിം ബോർഡ് തന്നെയാണ്, അഞ്ചെങ്കോ എന്നൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിന്റെ മനോഹാരിതയൊക്കെ നിറച്ചുകൊണ്ട് ഒരു സൈഡ് കടലും മറു സൈഡിൽ ചെറിയൊരു കനാലും ഒക്കെ ഒഴുകുന്ന മനോഹരമായ ഒരു കൊച്ചു സ്ഥലമാണ് കേട്ടോ ഇത്. പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള പള്ളികൾ, ലൈറ്റ് ഹൗസ്, കോൺവെന്റ് സ്കൂൾ ഒക്കെ നമുക്ക് ഈ വഴിയെ കാണാം. 5 പോയിന്റ് തെങ്ങിന്റെ ഫ്രണ്ടിലായിട്ട് പാർക്കിംഗ് ഇച്ചിരി പാടാണ്. അപ്പം മുന്നിലായിട്ടൊരു ബേക്കറി, അത് ക്ലോസ്ഡ് ആയിരുന്നു സൺഡേ ആയതുകൊണ്ട്. അപ്പം അതിന് മുന്നിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ച് നടക്കുകയാണ് കേട്ടോ. ഇവിടെ അധികവും ഇപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ടാണ് ഈ ഫോർഡ് ഉപയോഗിക്കുന്നത്. ഒരു 2.5 ആൾ പൊക്കത്തോളം വരുന്ന മതിലാണ് കേട്ടോ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നത്. ഇതിലിങ്ങനെ 2 സ്ക്വയർ ഷേപ്പിലുള്ള 2 പ്രദേശങ്ങളായിട്ട് തിരിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മനോഹരമായൊരു ലോണാണ് ഇപ്പോഴുള്ളത്. പക്ഷേ പണ്ട് ഇതൊന്നും ആയിരുന്നിരിക്കില്ല. ഇവിടെ നിറയെ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു ആയുധപ്പുരയായിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രദേശമാണ് കേട്ടോ ഇത്. ചെങ്കല്ല് പതിച്ച ഈ പാതയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് പുരാണം പറഞ്ഞാലോ. 1694 ആറ്റിങ്ങലിലെ റാണിയുടെ പെർമിഷനോടുകൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണിതതാണ് ഈ കോട്ട. ജോൺ ബാർബൗണി എന്നൊരാളെയാണ് കേട്ടോ അന്ന് ഈ കോട്ട പണിയാനായിട്ട് ഏൽപ്പിച്ചത്. ഇടയ്ക്ക് ഡച്ചുകാരും ഒക്കെ ആയിട്ട് ചേർന്നതിന് പണി നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് നിർത്താതെ ഇത് പൂർത്തീകരിക്കുക തന്നെ ചെയ്തു. ആദ്യമൊക്കെ കുരുമുളകും നമ്മുടെ കൈത്തറി വസ്ത്രങ്ങളും ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് പോലെയൊക്കെയാണ് ഈ ഒരു കോട്ട പ്രവർത്തിച്ചിരുന്നത്. വിദേശത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇവിടെ സംഭരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകൾക്ക് സിഗ്നൽ കൊടുക്കാനും ഒക്കെ അന്ന് നാവികർ ഈ ഒരു കോട്ടയെ ഉപയോഗിച്ചിരുന്നു. ലൈറ്റ് ഹൗസിലൂടെ നേരത്തെ കൃത്യമായിട്ട് ദിശ കണ്ട് കപ്പലുകൾക്ക് ഈ ഒരു തുറമുഖത്തേക്ക് വന്നടുക്കാനും സാധിച്ചിരുന്നു കേട്ടോ. ഏകദേശം 400 വർഷങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ ആളോ ഒച്ചയും ബഹളോ ഒന്നും ഇല്ലാതെ ഇതിൽ കൂടി നടക്കുമ്പോൾ എന്തൊക്കെ കഥകളായിരിക്കും ഈ ഓരോ മതിലിനും കല്ലുകൾക്കൊക്കെ നമ്മളോട് പറയാനുള്ളത്. എന്തായാലും നല്ലൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. കുട്ടികളിപ്പം ബ്രിട്ടീഷുകാരുടെ പാഠങ്ങളൊക്കെ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിക്കുന്നത് കൊണ്ട് അവർക്ക് വളരെ ആവേശമായിരുന്നു ഇവിടെ വരാനും കാണാനും ഒക്കെ. ലൈറ്റ് ഹൗസ് ഇപ്പോൾ തുറന്ന് നമുക്ക് കാണാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആദ്യം വാണിജ്യ അടിസ്ഥാനത്തിൽ ഈ ഒരു കോട്ട സജീവമായിരുന്ന ഒരു സ്ഥലമാണ് എന്ന് സങ്കല്പിക്കാൻ തന്നെ പാടാണ്. ഇത് ഈ അറ്റത്ത് വന്ന് നമുക്ക് നോക്കുമ്പോൾ കടലിലെ കാറ്റൊക്കെ ഏറ്റ് നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ നിന്ന് കടലിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ 5 തെങ്ങെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ഒന്നെങ്കിലും ഇല്ല. തേങ്ങ മരം, തെങ്ങെന്ന് പറയുന്നത് ഇതെല്ലാം ലോണൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്ന അവിടെ അവർ കൂടുതൽ വളർന്നൊക്കെ വെട്ടി ഇപ്പം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് 5 എണ്ണമാണോ നോക്കട്ടെ. 1 2 3 4 5 6 7 ഉണ്ടല്ലോ. 7 സ്തൂപങ്ങൾ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? അല്ല, അത് 7 എണ്ണം ഉണ്ട് ശരിക്കും. ഇപ്പം 5 എണ്ണം ആണെങ്കിൽ അങ്ങനെ നമുക്ക് വിചാരിക്കായിരുന്നു. ഇവിടേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. അതുകൊണ്ടോ ആരോ മരിച്ചടക്കിയിരിക്കുന്നൊക്കെ കാണാം. ആരാണ് അവിടെ നമുക്കറിയണ്ടേ. പഴയ കാലത്തെ ഏതെങ്കിലും രാജാവ് ഇവിടെ വരാൻ വഴിയില്ല. രാജാവിന് കൊട്ടാരത്തിലല്ലേ നടക്കുള്ളൂ, കോട്ടയെ കൊണ്ട് നടക്കുള്ളൂ. വേറെ എന്തൊക്കെ ഈ കോട്ടയോട് ചേർന്ന് തന്നെ ഒരു തുരങ്കം ഉണ്ടെന്നും അത് കടലിലേക്ക് നയിക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ അതൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സത്യമാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഒരു തുരങ്കത്തിന്റെ വാതിലൊക്കെ നമുക്ക് കാണാം. വോളാണെങ്കിലും നമുക്കൊരു ഹെറിറ്റേജ് പ്ലേസിൽ വന്നൊരു ഹാപ്പിനെസ് ഇല്ലേ. കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഒരു സംരക്ഷിത സ്മാരകം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെയുണ്ട്, നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇപ്പം ഞങ്ങൾ ശരിക്കും
വർക്കലയിൽ തന്നെ ഒരു വശത്ത് കായൽ കണ്ടുകൊണ്ട് കായലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യം കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് എന്ന ആമുഖത്തോടു കൂടി ഞങ്ങൾ ഒരു വീഡിയോ കണ്ടതാണ് കായലോരം റെസ്റ്റോറൻറ്റ്. അവിടേക്ക് പോയേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ബോട്ടിങ്ങും വളരെ സജീവമാണെന്ന് കേട്ടോ. ചെല്ലുമ്പോഴേ ചോദിച്ചു നിങ്ങൾക്ക് ബോട്ടിങ്ങിന് താല്പര്യമുണ്ട്, ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. പക്ഷേ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് മെയിൻലി ഇവിടെ വന്നത് കേട്ടോ. ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് 175 രൂപയ്ക്ക് ഒരു ഫുൾ കോഴ്സ് മീലാണ് കേട്ടോ. ഇതിൽ കപ്പ വരും, അതുപോലെ ചെമ്മീൻ തീയലും വരുന്നുണ്ട്, കക്ക ഇറച്ചി കൊണ്ടുള്ള തോരൻ. കക്കയൊക്കെ നല്ല മുഴുത്ത കക്കയാണ് കേട്ടോ. 175 രൂപയുടെ മീൽസിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു കായൽ മീൻ ഫ്രൈ ഉണ്ട്. ഇതിൻ്റെ വലുപ്പം ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ അതിശയിച്ചു പോവും. കഴിച്ച ഭക്ഷണമെല്ലാം വൃത്തിയാക്കി ഇലയിലേക്ക് നോക്കി ആ ചെമ്മീനും കണ്ട് കൊതി വിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മോൾ അടുത്ത് വന്നത്. ആ ചെമ്മീൻ എനിക്ക് തരാമെന്ന് ചോദിച്ചത്. പിന്നെ അവൾക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ. അപ്പം പിന്നെ അവൾക്കും കൊടുത്തേച്ചു ആ ചെമ്മീൻ. സ്പെഷ്യൽ മീൻ റോസ്റ്റും മീൻ ഫ്രൈയും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളത് നമ്മുടെ ആവശ്യാനുസരണം പറഞ്ഞാൽ മതി. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് ഇവിടെ വെച്ചെങ്കിലും കഴിക്കാൻ പറ്റില്ല, പിന്നെ എവിടെ നിന്ന് കഴിക്കാൻ. അപ്പം ഞങ്ങൾ അടുത്ത റിസോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് വില്ല ലോക്കയിലേക്ക് പോവുകയാണ്. അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോകളും കൂടെ കണ്ട് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.